ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്ഥിരം വീഡിയോ അല്ലാതെ ഒരു വ്ളോഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങനെ പോകുന്ന ആലോചിച്ചപ്പോൾ ജസ്റ്റ് ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെൻറ്റ് ബൈക്ക് എവിടെയുള്ള നമ്മൾ യൂട്യൂബിലൊക്കെ തപ്പി 2 സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ബെറ്റർ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ SS കോവിൽ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ തമ്പാനൂർ തന്നെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവിടെ പോയി നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെയുള്ള വയസ്സായാണ്. നീ എന്തെങ്കിലും പറഞ്ഞേ? നമ്മളിവിടെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ബൈക്ക് റെൻറ്റ് കിട്ടാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ പോവാണ് അല്ലേ? അതെ, നമ്മൾ സ്ഥലം അന്വേഷിക്കുക. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് SS കോവിൽ റോഡ്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ലൈനിൽ തന്നെ അടുത്തുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഫസ്റ്റ് അവിടെ പോയി നോക്കാം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഫുഡ് കഴിക്കാൻ ആസാദ് ഒരു ഹോട്ടലിലാണ് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ റിട്ടേൺ നടന്നുകൊണ്ടിരിക്കുക. ഗൈസ്, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു 3 കൂടി ജംഗ്ഷൻ കാണാം. അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തലശ്ശേരി കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണാം. അവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിലേക്കുള്ള വഴിയാണ്. അവിടെ നേരെ നോക്കുമ്പോൾ ഒരു അമ്പലം പോലൊരു ബിൽഡിംഗ് ഒക്കെ കാണാം, ഒരു മഞ്ഞ പെയിന്റ്. ആ വഴി നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നയന മാൻഷൻ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതിലിങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിലേക്കൊരു വഴി കാണാം. ആ വഴി നേരെ പോകുന്നത് ഇവിടേക്ക് തന്നെയാണ്. ആ കാണുന്ന ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. ട്രിവാൻഡ്രം മോട്ടോർ സൈക്കിൾസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇവിടെ എല്ലാ വണ്ടിയുണ്ട്. റൈഡർ, R15, V4, ബുള്ളറ്റ്, FC, ഓൾമോസ്റ്റ് എല്ലാ വണ്ടീസ്. സ്പ്ലെൻഡർ അടക്കം ഉണ്ട്, സ്കൂട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അത്യാവശ്യം വണ്ടികളൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പോകും. ഷോപ്പിലാണല്ലേ? ഇതാണ് ഷോപ്പിൻ്റെ പയ്യൻ. ഇതിൻ്റെ പേരെന്താ? അമ്പാടി. എന്തെങ്കിലും പറഞ്ഞേ ഷോപ്പിനെ കുറിച്ച്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി എടുത്തുള്ളത്. നമ്മുടെ അടുത്തുള്ള ഒരു FC ആണ്. ഇവിടെ എല്ലാ വണ്ടിയും അവൈലബിൾ ആണ്. ഏതൊക്കെ വണ്ടികളുള്ള? എല്ലാ വണ്ടിയുണ്ട്. R15, അതുപോലെ തന്നെ എന്താ ബുള്ളറ്റ്, 100, പുതിയ മോഡൽ വണ്ടിയുണ്ട്. R15, V4 ആണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയും ഉണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് തൊട്ടടുത്തെടുക്കാനായിട്ട് നല്ലതാണ്. ഇനി നമ്മൾ എടുത്ത് റിട്ടേൺ കൊടുക്കുമ്പോൾ അറിയാം ഇങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. FC ആണ് എടുത്തിട്ടുള്ളത്. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്തത്. FC നമുക്ക് വന്ന റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 രൂപയാണ്. അതിൻ്റെ കൂടെ 2 ഹെൽമെറ്റും കിട്ടി. ഈ ഒരു ഹെൽമെറ്റൊക്കെ ലോക്കലാണ്. ഈ 2 ഹെൽമെറ്റും കിട്ടി. അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. വണ്ടി ഓടിച്ച് നോക്കണം. എടുക്കുന്നതിന് മുമ്പ് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇനി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. പെട്രോളൊക്കെ എംറ്റിയിലാണല്ലോ. നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ എംറ്റിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പമ്പിലെത്തിയിട്ട് നോക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി അവിടെ നേരെ കോവളത്തേക്ക് വിടുകയാണ്. കോവളം ബീച്ച്. ഞാൻ അവിടെ പോയിട്ടാണ് റൂം എടുത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. വണ്ടി കുഴപ്പമില്ല, ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യമാണ് പറയാം. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് പ്ലാൻ മാറ്റി തിരുവനന്തപുരത്ത് വന്നിട്ട് ഫസ്റ്റ് വേറൊരു സ്ഥലം കണ്ടു പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നൊരു സ്ഥലം. ഏതാണ് സ്ഥലം? നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതെ, നമ്മൾ ബൈക്ക് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. മഴ. നമ്മൾ ബൈക്ക് എടുത്തതും മഴ ചാറാൻ തുടങ്ങി. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടുള്ളൂ. കാര്യം നമുക്ക് അവിടെ കയറണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാതെ ഒന്നാണ്. സോ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ കണ്ടു. ചെറിയൊരു മഴയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് സെറ്റിലായി. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങി. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയതും നമുക്ക് പ്രതീക്ഷിക്കാതെ വേറൊരു പണി കിട്ടിയായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷെ നമുക്ക് ഫസ്റ്റ് പണി ബൈക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെയിൻ ചെറിയ ലൂസാണ്. വലിയ കംപ്ലൈൻ്റ് ഇല്ല, എന്നാലും എടുത്തിട്ട് കുറച്ച് സമയം പോകാനുള്ളൊരു സെറ്റപ്പായി. ചെയിൻ ലൂസാണ്. അപ്പോൾ ആ സൗണ്ട് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് വർക്ക്ഷോപ്പിൽ കാണിച്ചു. അപ്പോൾ ചെയിൻ അവരവിടെ നിന്ന് ടൈറ്റ് ചെയ്തു. അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയത് പറഞ്ഞിരുന്നില്ലേ, അത് പക്ഷേ കുറച്ച് സൗണ്ട് അധികമായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി മാറ്റി. നമ്മൾ പോയിട്ട് ഈ വണ്ടി എടുത്ു. ഇതിൻ്റെ പേരെന്താ? റൈഡർ എടുത്തു. ഇത് കുഴപ്പമില്ല, ഇത് പുതിയ വണ്ടിയാണ്, സീനൊന്നുമില്ല. അവരപ്പം തന്നെ മാറ്റി തന്നു. വേറെ അലമ്പൊന്നും പറഞ്ഞില്ല. അപ്പം തന്നെ അവർ മാറ്റി പുതിയ വണ്ടി തന്നു. ഇനി ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ആരും വരാത്തൊരു ഫ്രഷ് സ്ഥലത്തേക്ക് വന്നേക്കാം. നമ്മൾ എവിടേക്കാണ് വന്നിട്ടുള്ളത്? ശ്രീകുമാർ. അപ്പോൾ ഇനി അവിടെ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു പടത്തിന് പോകാൻ പോവാണ്. അത് കണ്ടിട്ട് ബാക്കി.
അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞത് റൂമിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം അലഞ്ഞു തിരിഞ്ഞ് ഒരു സ്ഥലത്ത് റൂം കിട്ടാണ്ടായിരുന്നില്ല കോവളത്ത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റൂം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ പ്രോഗ്രാമിനാണ് വന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബഡ്ജറ്റ് ഫ്രണ്ടിൻ്റെ റൂം എടുത്തു. എന്നിട്ട് നമ്മളിത് ഇപ്പോൾ സ്റ്റേ അടിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തതാണ്, വേറെ പരിപാടിയൊന്നുമില്ല. മെയിനായിട്ട് നമ്മൾ കാണിക്കാൻ നോക്കിയത് ആ ബൈക്ക് റെൻറ്റിന് എടുക്കുന്ന സ്ഥലം അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ അതേ സെയിം റേറ്റിനാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാർ റെൻറ്റിന് എടുക്കുന്നത്. പക്ഷെ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കുന്നുള്ളൂ. വരുന്നവർക്ക് ബൈക്ക് അത്യാവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോവാം. നമുക്ക് എടുത്തിട്ട് ഇതൊരു ഇഷ്യൂ തോന്നിയില്ല. ഇനി നമ്മൾ റിട്ടേൺ വയ്ക്കുമ്പോൾ എങ്ങനെയാണുള്ളത് ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയാം. റിട്ടേൺ വയ്ക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം സെറ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കി എൻഡിൽ ഞാൻ പറയാം. ഓക്കെ.